സിബിൽ സ്കോറിൽ തകരുന്ന ജീവിതങ്ങൾ. ലോൺ എടുക്കാൻ ചെന്നാൽ സിബിൽ സ്കോർ വെല്ലുവിളിയാകുന്നു. ആത്മഹത്യയിൽ എത്തുന്നവരുടെ ജീവിതങ്ങളും നമ്മൾ കണ്ടു. അല്പസമയം മുമ്പാണ് മിനി മുത്തൂറ്റിൽ നിന്ന് പണം മൈക്രോ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് കടമെടുത്ത വായ്പയെടുത്ത ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന വാർത്ത നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പലിശക്കാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയും ജപ്തിയും വാർത്തയിലൂടെ തന്നെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട്. അല്പസമയം മുമ്പ് പോലും ഒരു ആത്മഹത്യയുടെ വാർത്ത പ്രേക്ഷകർ കണ്ടു. ഓരോ അറ്റവും കൂട്ടിമുട്ടിക്കാൻ നടക്കുന്നവരെ കൊടുക്കുന്ന സിബിൽ സ്കോർ എന്ന വെല്ലുവിളിയെ തുറന്നു കാട്ടുകയാണ് റിപ്പോർട്ടർ ലൈവാത്തോണിലേക്ക് സ്വാഗതം. സിബിൽ ഇല്ലേ, ലൈഫ് ഇല്ല. വിവിധയിടങ്ങളിൽ നിന്നും നമ്മുടെ റിപ്പോർട്ടർമാർ തത്സമയം ചേരുന്നുണ്ട്. അതിൽ ടി വി പ്രസാദ്, അറോഷി പാൽ, റഹീസ് റഷീദ്, അരുൺ സോളമൻ, സാന്ത്വന സാജു, ദിലീപ് ദേവസ്യ, ലേബി സജീന്ദ്രൻ, സജോ ദേവസ്യ, എ കെ അഭിലാഷ്, ശരത് എസ്, ഗോപാൽ, ഷീല സനൽ, ഇക്ബാൽ അറക്കൽ, പ്രവീൺ പുരുഷോത്തമൻ, അർജുൻ മട്ടന്നൂർ, അഖിൽ കെ, അഭിജിത്ത് മുഴക്കുന്ന് എന്നിവർ തത്സമയം നമുക്കൊപ്പം ചേരും. വിവിധ സമയങ്ങളിലായി ഇവരുടെ വാർത്തകളൊക്കെ പ്രേക്ഷകർക്ക് കാണാം. സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട വലിയൊരു തട്ടിപ്പ്. എങ്ങനെയാണ് സിബിൽ സ്കോർ സാധാരണ ജീവിതങ്ങളെ ബാധിക്കുന്നത്? ആത്മഹത്യയുടെ വക്കിലേക്ക് മനുഷ്യരെ തള്ളിവിടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. സ്വകാര്യ ഏജൻസി നിശ്ചയിക്കുന്ന സിബിൽ സ്കോർ മോശമാണെങ്കിൽ പിന്നെ ബാങ്കുകളിൽ നിന്ന് അവർക്ക് വായ്പ കിട്ടില്ല. ബാങ്ക് എന്ന് പറഞ്ഞാൽ SBI പോലെയോ കാനറ ബാങ്ക് പോലെയോ പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലെയോ ഫെഡറൽ ബാങ്ക് പോലെയോ ഒക്കെയുള്ള ബാങ്കുകളിൽ നിന്നും വായ്പ കിട്ടില്ല. അടവൊന്ന് മുടങ്ങിപ്പോയാൽ സിബിൽ സ്കോർ കുത്തനെ ഉറയും. അങ്ങനെ കുറഞ്ഞ് നിങ്ങൾക്ക് പിന്നീടുള്ള വായ്പ എടുക്കാനുള്ള അർഹത നിഷേധിക്കപ്പെടും. വായ്പ എടുക്കാൻ പോകുന്നവർക്ക് ഇത് പിന്നീട് വലിയ തിരിച്ചടിയാവും. സാധാരണ മനുഷ്യരാണ് ഏറെയും പെട്ടുപോകുന്നത്. ബാങ്കുകളിൽ ലോൺ കൊടുക്കാതെ ആവുന്നതോടെ ബ്ലേഡ് പലിശക്കാരുടെ കയ്യിലേക്ക് പതുക്കെ അവരെത്തും. അങ്ങനെ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെയും ബ്ലേഡ് മാഫിയ സംഘങ്ങളുടെയും പല്ലിന്റെ ഇടയ്ക്ക് അവർ കഴുത്തുകൊണ്ടുവയ്ക്കും. ലോൺ ആപ്പുകളിൽ അവർ അഭയം തേടും. കഴുത്തറപ്പൻ പലിശയുമായി നടക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലേക്ക് അവരെത്തും. കടക്കണിയിൽ നിന്ന് കൂടുതൽ കടക്കണിയിലേക്ക് അവർ പോയി ഒടുവിൽ ജീവിതം തന്നെ തകർന്നു പോകും. കടം കൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നവരും നിരവധിയാണ്. അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തതുപോലെ വായ്പ അടച്ചു തീർത്താലും രക്ഷയില്ല. എപ്പോഴെങ്കിലും മുടങ്ങിയത് എല്ലാ കാലത്തും വില്ലനാകുന്നതും കാണാം. ടി വി പ്രസാദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടി വി പ്രസാദ്, എത്രമാത്രം അപകടകരമായ സാഹചര്യമാണ് സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട വായ്പാ ഉപാധികൾ സാധാരണക്കാരൻ ജീവിതത്തിന് മുന്നിൽ തുറന്നിടുന്നത്? അവന് വായ്പയെടുക്കാൻ കഴിയാതെ പോവുകയും മൈക്രോ ഫിനാൻസ് ബ്ലേഡ് മാഫിയ സംഘങ്ങളിലേക്ക് അവൻ പോകുകയും ചെയ്യുന്നത് ഈ സിബിൽ സ്കോർ അവനെ വലയ്ക്കുന്നത് കൊണ്ടുകൂടിയല്ലേ? എന്താണ് സംഭവിക്കുന്നത് സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ? ടി വി പ്രസാദ്. അരുൺ, നമ്മുടെ സമൂഹത്തെ ഏറ്റവും ഗുരുതരമായി ബാധിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയായി ഈ സിബിൽ സ്കോർ ഇപ്പോൾ മാറുന്നു എന്നുള്ളതാണ്. വായ്പയുടെ ആവശ്യത്തിനായി ബാങ്കുകളെ സമീപിക്കുന്ന ഏതൊരു മനുഷ്യരും അഭിമുഖീകരിക്കുന്നതുമാണ് ഇത്. ജീവിതത്തിൽ ഒരിക്കലും വായ്പ എടുത്തില്ലെങ്കിൽ പോലും അവരുടെ സിബിൽ സ്കോർ ഒരുപക്ഷെ നന്നേ മോശമായിരിക്കും എന്നുള്ളതാണ്. അതായത് ഒരു സ്വകാര്യ ഏജൻസിയാണ് ഈ സിബിൽ സ്കോർ നിശ്ചയിക്കുന്നത്. ഈ സിബിൽ സ്കോർ കുറവാണെങ്കിൽ ഒരു വായ്പയും ഒരു ദേശസാൽകൃത ബാങ്കുകളും നൽകില്ല എന്നുള്ളതാണ് ഇതിലൊരു ഗുരുതരമായ പ്രശ്നം. അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതോ അവരേതെങ്കിലും സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും. അതല്ലെങ്കിൽ അവരേതെങ്കിലും ബ്ലേഡ് പലിശക്കാരന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങേണ്ടി വരും. അതുമല്ലെങ്കിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് ആപ്പുകളായിട്ടുള്ള ലോൺ ആപ്പുകളിലേക്ക് അവർ അഭയം പ്രാപിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇത് സാധാരണ മനുഷ്യർക്കാണ് ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത്. ദൈനംദിന ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നതിനിടയിലായിരിക്കും നമ്മൾ ഇന്ന് സർവ്വസാധാരണമായി കണ്ടുവരുന്ന ക്യാൻസർ പോലെയുള്ള വൻ വിപത്ത് ഒരു കുടുംബത്തെ ഗ്രസിക്കുക. അങ്ങനെ വരുമ്പോൾ ആ കുടുംബം സാമ്പത്തികമായി പൂർണ്ണമായി തകരുന്നു. അവർക്ക് മറ്റൊരു വായ്പ എടുക്കാം എന്ന് വെച്ചാൽ അതിനും കഴിയില്ല. കാരണം ഈ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള നടപ്പിൽ ഈ പറയുന്ന എപ്പോഴെങ്കിലും എടുത്ത വായ്പകൾ അതിന്റെ തവണകൾ മുടങ്ങിപ്പോയിട്ടുണ്ടാകാം. അവർ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോവുകയും വലിയ കടക്കണിയിലേക്ക് പോവുകയും ചെയ്യും. അരുൺ, നമ്മളിപ്പോൾ ഈ പറയുന്നത് സാധാരണ മനുഷ്യന്മാരുടെ കാര്യം മാത്രമല്ല. ശമ്പളം കൃത്യമായി കിട്ടാത്ത KSRTC പോലെ, ഇപ്പോഴാണെങ്കിൽ SSK അധ്യാപകരെ പോലെ, പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ശമ്പളം മുടങ്ങുന്നവരെ പോലെ അവരുടെ എല്ലാം EMI ഇപ്പോൾ താളം തെറ്റുകയാണ്. അങ്ങനെ താളം തെറ്റുന്നവർക്ക് പുതിയതായിട്ടൊരു വായ്പ എടുക്കാൻ പറ്റുന്നില്ല. ഇത് സമൂഹത്തിലെ ഉയർന്ന ആളുകളുടെ കാര്യമല്ല അരുൺ നമ്മൾ പറയുന്നത്. അന്നന്നത്തെ കാര്യം കൊണ്ട് ജീവിച്ചു പോകുന്ന മനുഷ്യരുടെ ഒരു കഥയാണ്. അതായത് അവരാകെ തകർന്നു പോകുന്ന ഒരു സമീപനമാണുള്ളത്. ഈ സിബിൽ സ്കോർ എന്നുള്ളത്
വായ്പ ഏതെങ്കിലും ഒരു തവണ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതന്ന് പൂർണ്ണമായി അടച്ചു തീർത്തെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നൊരു പക്ഷെ നമ്മൾ കരുതും. പക്ഷെ പറ്റില്ല. സിബിൽ സ്കോർ അപ്പോഴും വില്ലനായി തുടരും. കുറഞ്ഞ സിബിൽ സ്കോർ ആ ആൾക്ക് ഉണ്ടാവുകയും അങ്ങനെ ലോൺ കിട്ടാതാവാത്ത ഒരു സ്ഥിതിയും ഉണ്ടാകും. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് നമ്മൾ ലൈവത്തോണിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. അരുൺ, ഉറപ്പായും ഇതിനൊരു പരിഹാരമുണ്ടാകണം. പല തലങ്ങളിൽ ഇത് രാജ്യത്താകമാനം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സാധാരണക്കാരനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് കൈത്താങ്ങാവേണ്ട ബാങ്കുകളും മറ്റ് സ്ഥാപനങ്ങളും ഈ സിബിൽ സ്കോർ മാത്രം മാനദണ്ഡമാക്കുമ്പോൾ തകർന്നു പോകുന്നത് ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങളാണ്. അരുൺ, തീർച്ചയായിട്ടും ടി വി പ്രസാദ്, എങ്ങനെയാണ് സിബിൽ സ്കോറിലെ കുറവ് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത്.